Yes, Manisha. Alaga, good morning. Avani, good morning. Okay, let us start. Yes. നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എങ്ങനെ അളക നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനി മനീഷ സാറേ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് പനിയ ശ്വാസം മുട്ടലുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നാണ് റെക്കോർഡ് ക്ലാസ്സിൽ കയറുന്നത്. ഞാൻ 2 ആഴ്ചയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. റെക്കോർഡും കേൾക്കാൻ പറ്റില്ല. വയ്യാതിരിക്കുമായിരുന്നു. കുഞ്ഞിനും അമ്മയ്ക്കും ചേട്ടനും ഒക്കെ പനിയായിരുന്നു. എനിക്കും പനിയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇന്നാണൊന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. വയ്യായിരുന്നു. ഓക്കെ ഗഗന ഓക്കെ 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 നിങ്ങള് ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഒരു എക്സ്പ്രഷൻ എങ്കിലും വിട്. അതല്ലേ അതിന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഓണാക്കിയിട്ട് വേറെ വഴിക്ക് പോയി വിചാരിക്കില്ലേ. നിങ്ങൾ നിന്റെ അരികത്തേക്ക് ഉണ്ട് എന്ന് അറിയാത്തതുള്ളൂ. യെസ് ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ടെൻസിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ നമ്മളിപ്പോ ഏതാണ്ട് 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. 6 ടെൻസുകൾ. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു, സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ആയിരുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരുന്നു. അങ്ങനെ 6 ടെൻസുകളെ കുറിച്ച് നമ്മൾ. ഓക്കെ, അടുത്ത ഒരു ടെൻസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വെർബിന് 3 കാലങ്ങൾ പറയും. മലയാളത്തിൽ പറയുമ്പോൾ വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ തന്നെ V1, V2, V3 എന്നിങ്ങനെയും പറയും. ഓക്കെ, പ്രസന്റ്, പാസ്റ്റ്, മൂന്നാമത്തേത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്ക്. ടേക്ക്, ടുക്ക്, ടേക്ക്. ഗോ പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ഗോ, വെന്റ്, ഗോൺ. യെസ്. ഇനി ലൈക്ക് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് ലൈക്ക്, LIKED. പാസ്റ്റ് പാർട്ടിസിപ്പിളും LIKED തന്നെ, ലൈക്ക്. ലൈക്ക്, ലൈക്ക്, ലൈക്ക്. ഓക്കെ. ഇനി റീഡ് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് റെഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും റെഡ് തന്നെ, റീഡ്, റെഡ്,
റെഡ്. യെസ്. അപ്പൊ നമുക്ക് പറയാം, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ടെൻസ് പറയും. പ്രസന്റ്, പാസ്റ്റ്, പിന്നീട് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. 3 പറയും. ഓക്കെ. ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്ന ആ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതൊന്ന് അറിഞ്ഞിരിക്കും. നമ്മൾ ഇനി അടുത്ത് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ ഫോമിനെ കുറിച്ചാണ്. പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഹാപ്പൻ, തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഹാപ്പൻ, ദാറ്റ് പ്രസന്റ്ലി വാട്ട് ഹാപ്പൻ, ഇപ്പോഴെന്താണ് സംഭവിച്ചത് അതിനെ കുറിച്ച് പറയും. അതാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ്, പുതിയൊരു വേർഡ് വരെയുണ്ട്, ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ 3ാമത്തെ, അതുമല്ല എങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് പറയണം ഐ, ഐ കഴിഞ്ഞാല് ഹാസ് വരോ ഹാവ് വരും, ഹാവ് വരും, ഐ ഹാവ്. ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ, ഐ ഹാവ് ടേക്കൻ ദ ബുക്സ്. ഇനി വേറൊരു വാചകം പറയാണ് ഷീ, ഷീയുടെ കൂടെ ഹാസ് വരുള്ളൂ. ഷീ ഹാസ് റെഡ് ദ നോവൽ, റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് റെഡ്. ഷീ ഹാസ് റെഡ് ദ നോവൽ. അതുമല്ല എങ്കിൽ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ homework. You have done the homework. അതുമല്ല നമുക്ക് വേറൊരു വാചകം പറയാം. She has passed the SSLC examination. She has passed the SSLC examination. Yes. അപ്പൊ നമുക്ക് പറയാം, സബ്ജക്റ്റ് കഴിഞ്ഞ് ഒന്നുകിൽ ഹാസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക, ആ വെർബിന്റെ 3ാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് വെർബ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്നിട്ട് വാചകം പറഞ്ഞ് സബ്ജക്റ്റ് ഉണ്ടാവണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, ഏതെങ്കിലും ഒന്ന്, പിന്നെ വെർബിന്റെ 3ാമത്തെ ഫോം ആയിരിക്കും. സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബിന്റെ 3ാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ അത് വെർബ്. Yes. അഴക സാത്രാമോൾ. സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബിന്റെ 3ാമത്തെ ഫോം. സർ ഞാൻ പറയാം. പറഞ്ഞോളൂ. We have played football. We have played football. Correct. She has written a letter. She has written a letter. Correct. She has cooked the meal. She has cooked the meal. Correct. I have watered the plants. Very good. I have watered the plants. Water എന്ന് പറയുന്നതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വാട്ടേഡ്. ഓക്കെ ഓക്കെ. വാട്ടർ എന്ന് പറയുന്ന വേർഡിന് വെള്ളം എന്ന് മാത്രമല്ല, വെള്ളം ഒഴിക്കുക എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ. പിന്നെ I have driven the car. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഡ്രൈവഡ് അല്ല, ഡ്രിവൺ ആണ്. ഡ്രിവൺ. Okay. ഓക്കെ ഓക്കെ.
യെസ്. ഇനി ആർക്കെങ്കിലും ഗഗന പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പറയാനോ എഴുതാനോ? അനീഷ, സ്മിത, ഞങ്ങളിവിടെ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റ് ഉപയോഗിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുക, പിന്നെ വെർബ് ഉപയോഗിക്കുക, ആ വെർബിന്റെ മൂന്നാമത്തെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ഉപയോഗിക്കുക. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുന്നത്. ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. യെസ്, സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, വെർബിന്റെ മൂന്നാമത്തെ. യെസ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. I have completed my homework. Okay. He has written 3 books. Okay. He has broken his leg. Okay. I have visited Taj Mahal. I have visited Taj Mahal. Okay. She has cleaned her room. He has cleaned the room. He has bought a new phone. Okay. She has finished her homework. Okay. He has just arrived the home. He has just arrived the home. ഇത്രേ ഉള്ളൂ. Okay, very good, very good, very good. Okay, 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 okay. Yes, മനീഷ പറയാമോ? സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, പിന്നെ വെർബ് വേണം. ആ വെർബിന്റെ കൂടെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ V3 മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. യെസ്, സ്മിതക്ക് പറയാമോ? സർ കുറച്ച് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ടൈമിൽ സപ്പോർട്ട് ചെയ്യും. He has driven the car. I have driven the car. I have cleaned the home. Very good. He has completed the homework. Okay. Okay, sir. He has completed the homework. Finished. Okay, okay, correct ആണ്. നേരത്തെ അളക പറഞ്ഞതിലും ഞാൻ അടുത്ത് പറയാൻ പോയ കാര്യം കൂടി അളക സൂചിപ്പിച്ചു. അപ്പൊ എക്സാമ്പിൾ പറയാം. ഇപ്പോ രാവിലെ 8 മണിക്ക് അളകയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകും. 8:01 പോയിട്ട് 8:01 അളകയുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അളകയുടെ അച്ഛൻ അന്വേഷിച്ച് അവിടെ വരുന്നു. അപ്പോ അളക പറയുന്ന അച്ഛൻ പോയി എന്ന് പറയും. എങ്ങനെ പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. ഹി വെന്റ് എന്ന് പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ ഹി ഹാസ് ഗോൺ എന്ന് പറയണം. ഇതാണ് ചോദ്യം. യെസ്, എന്ത് പറയുന്നു അളക? ഞാൻ സിറ്റുവേഷൻ പറയുകയാണ്. 8 മണിക്ക് അച്ഛൻ പോയി, 8:01 അച്ഛന്റെ കൂട്ടുകാരൻ വരുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും? പറയാം. യെസ്, അതായത് രാവിലെ 8 മണിക്ക് അളകയുടെ അച്ഛൻ ജോലിക്ക് പോയി. 8:01 അച്ഛന്റെ ഒരു സുഹൃത്ത് അച്ഛൻ അന്വേഷിച്ച് വരുമ്പോ അളക മറുപടി പറയണം, അച്ഛൻ പോയി, അച്ഛൻ ജോലിക്ക് പോയി. അപ്പൊ അച്ഛൻ പോയി എന്നുള്ളത് 2 രീതിയിൽ പറയാം. ഹി വെന്റ് എന്നും പറയാം, ഹി ഹാസ് ഗോൺ എന്നും പറയാം. അതിൽ ഏത് പറയും? അതാണ് ചോദ്യം.
he has gone ആണ്. he has gone. ഓക്കെ. അപ്പോ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ് he has gone എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് കേൾക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും അപ്പൊ പോയിട്ട് അധിക സമയമായിട്ടില്ല എന്ന്. വേറെ മറിച്ച് അളക പറയാണ് he went, father went എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പോകാം, കുറെ നേരമായിട്ടുണ്ടാവാം. മറ്റേത് ജസ്റ്റ് ഗോൺ എന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. I have passed my SSLC examination in 2024 എന്ന് പറഞ്ഞ സെന്റൻസിൽ തെറ്റുണ്ടോ ഇല്ലേ? ചോദ്യം ഇതാണ്. I have passed my SSLC examination in 2024. Yes, ഞങ്ങൾക്ക് തോന്നുന്നു. I have passed my SSLC examination in 2024. 2024 ഞാൻ എൻ്റെ SSLC പരീക്ഷ പാസ്സായിട്ടുണ്ട്. ഇപ്പോ TC വാങ്ങിക്കാൻ നേരത്ത്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നേരത്ത് കുട്ടികൾ എഴുതി കൊടുക്കുന്ന ഒരു ഇംഗ്ലീഷ് എഴുതി കൊടുക്കുന്ന ഒരു വാചകമാണ് ഞാൻ പറഞ്ഞത്. I have passed my SSLC examination in 2024. അത് ശരിയാണോ തെറ്റാണോ? ഇതാണ് ചോദ്യം. സ്മിതക്ക് തോന്നുന്നു ശരിയാണെന്ന് തോന്നുന്നു, തെറ്റാണെന്ന് തോന്നുന്നു? ശരിയാണെന്ന് തോന്നുന്നു. ഗഗനക്ക് തോന്നുന്നു ശരിയെന്ന് തോന്നുന്നു, തെറ്റെന്ന് തോന്നുന്നു? ശരിയാണെന്ന് തന്നെ തോന്നുന്നു. ശരിയാണെന്ന് തോന്നുന്നു. അളതൊക്കെ തോന്നുന്നു അളകാർ. രണ്ടുപേരുടെ അഭിപ്രായം കിട്ടി. ഈ ഒരാളുടെ അഭിപ്രായം കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയത്തിലോട്ട് കിടക്കാം. രണ്ടുപേര് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. I have passed my SSLC examination 2024. Yes, ആളുകൾക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതിന്റെ പേര് ആളുകൾ മറുപടി പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗഗന, സ്മിത, I have passed പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സമയം പറയാൻ പാടില്ല. കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് ഹാപ്പൻഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പറയുമ്പോൾ I passed my SSLC examination. ഇതാണ് കറക്റ്റ്. I passed my SSLC examination എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുക. I passed my SSLC examination. I have passed എന്നാണെങ്കിൽ ആ 2024 എടുത്ത് കളയാം. I have passed my SSLC examination. That is correct. Okay. അപ്പൊ നമുക്ക് പറയാം പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഇമ്മീഡിയറ്റ് പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പറയുന്നു. ആ വെർബിന്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ മൂന്നാമത്തെ ഫോം നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു വെക്കുക. ആ വിഷയവുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയും. വിഷയം ഇതാണ്. ആ വിഷയം വില്ലേജ് ആൻഡ് സിറ്റി ലൈഫ്. സിറ്റി ലൈഫ് ആൻഡ് വില്ലേജ് ലൈഫ്, ഇതാണ് നമ്മുടെ വിഷയം. വിച്ച് ടൈപ്പ് ഓഫ് ലൈഫ് ദാറ്റ് യു പ്രിഫർ? ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് വേണ്ടത് ഇതിന് എങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ വില്ലേജ് ലൈഫ് ബിക്കോസ്. ഇതിന്റെ കാരണം പറയാം. കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഞാൻ
വില്ലേജ് ലൈഫാണ് പ്രിഫർ ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ സിറ്റി ലൈഫ്. യു ക്യാൻ സേ ദ റീസൺസ് ഫോർ ദാറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ സിറ്റി ലൈഫ് പ്രിഫർ ചെയ്യുന്നത്? There are more opportunities, more employment situations. ഇത് പറഞ്ഞതായിരുന്നോ? യെസ്. ഞാൻ ഇതിനകത്ത് അത് ഉണ്ടായില്ല. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത വിഷയം ഞാൻ പറയാം. അതാണ് അപ്പൊ അത് വിട്ടുതരട്ടെ. സിറ്റി ലൈഫിലേക്ക് മുമ്പോട്ട് നമുക്ക് അടുത്ത വിഷയം ഞാൻ പറയണം. ഇഫ് ഐ were the chief minister of Kerala. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന അടുത്ത വിഷയം. ഓക്കെ. ഇഫ് ഐ were the chief minister of Kerala. അപ്പൊ ഇവിടെ ഞാനൊരു ചോദ്യം പറയാം. ഐ കഴിഞ്ഞതിന് ശേഷം വാസ് അല്ല, ഞാൻ ഇവിടെ വേറാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ഐ വാസ് തന്നെ വരാറ്. ഐ വേറെ വരാൻ കാരണം ഒരു അനന്തരികൽ കണ്ടീഷൻ ആയതുകൊണ്ടാണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിറ്റുവേഷൻ പോലെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയും ഐ വേർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഞാനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ആളുകളായിരിക്കും, യോജിപ്പുള്ള ആളുകളുണ്ടാവും. യെസ്. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. പക്ഷെ നിങ്ങൾക്ക് അധികാരം വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇഫ് ഐ were the chief minister of Kerala. ഞാനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ ഐ വിൽ ഗിവ് ഇമ്പോർട്ടൻസ് ടു or I will give priority to. ഞാൻ മുൻഗണന കൊടുക്കുന്നത് ഇന്നതിനായിരിക്കും. എന്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നു? പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യും? ഞാൻ ആദ്യം എടുക്കുന്ന തീരുമാനം എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? എന്തുകൊണ്ടാണ് ഞാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം ആദ്യം എടുക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. യെസ്. അപ്പൊ യു ക്യാൻ ടെൽ ദ റീസൺസ്. കാര്യങ്ങൾ പറയാം. വൈ ഷുഡ് ഇഫ് ഐ were the chief minister of Kerala. നമ്മുടെ ഞാനായിരുന്നു ചീഫ് മിനിസ്റ്റർ എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കാം. ചിന്തിച്ചു നോക്കുമ്പോൾ കുറച്ച് ആൻസറുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ റെഡിയല്ലേ അടുത്ത ക്ലാസ്സിലേക്ക്? ഓക്കെ. സ്മിത, ആർ യു റെഡി? ഓക്കെ. അളക, ആർ യു റെഡി? യെസ്. യെസ്. അപ്പൊ അളക വരുമെന്ന് വിചാരിക്കാം. യെസ്. അപ്പൊ അങ്ങനെ നമ്മ 1-2 പേരേ ഉള്ളൂ. അപ്പൊ ഉള്ളവര് റെഡിയാകും. യെസ്. അപ്പൊ വിഷയം ഇതാണ് ഇഫ് ഐ were the chief minister of Kerala. പിന്നെ നമ്മൾ നോക്കിയത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. ആ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ ഫസ്റ്റ് ലെറ്റർ പി എന്നാണ്. പി. പ്രൈം മിനിസ്റ്റർ പി. രണ്ടാമത്തെ ലെറ്റർ എച്ച് എന്നാണ്. എച്ച്. ഹോട്ടൽ. യെസ്.
അപ്പൊ ആദ്യത്തെ ലെറ്റർ പി ആണ്, രണ്ടാമത്തെ ലെറ്റർ എച്ച് ആണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കും. അപ്പൊ പിയിലും എച്ചിലും കൊടുക്കുന്ന വാക്കുകൾ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ആൻസർ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, സിമ്പിൾ ആയ ചോദ്യമാണ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: എ പിക്ചർ, PICTURE, a picture made using camera. A picture made using camera. അളക ആരെങ്കിലും വരുമെന്ന് കൂടി നോക്കട്ടെ കറക്റ്റ് ആൻസർ ആയിട്ട്. A picture made using camera. ആ പിക്ചർ എന്ന് പറയുന്ന പേരാണ് വേണ്ടത്. Yes, the answer is photo ആണ്. ഫോട്ടോ, PHOTO, ഫോട്ടോ. വേറെ ആരും വരാത്തതുകൊണ്ട് ഞാൻ അളവിനെ തന്നെ പരിഗണിച്ചു. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ ഷോപ്പ്, SHOP, a shop where medicines are sold. A shop where medicines are sold. ഗഗന, സ്മിത, അളക, 3 പേരുണ്ട്. Yes, the correct answer ആണ്. Where the medicines are sold, that is called pharmacy. Okay. അടുത്തത് എ mythical, MYTHICIL, a mythical bird that rises from its ashes. ASHES, a mythical bird that rises from, RISES, rises from its ashes. ASHES. Yagana, Alaga. Okay. രണ്ടുപേരുണ്ട്, ഗഗന ആൻഡ് അളക. So the answer is very correct. Answer is Phoenix. Phoenix പക്ഷിയെ കുറിച്ച് പറയുന്നത് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷിയാണ് ഫീനിക്സ് പക്ഷി. ഒരു മിത്തിക്കലാണ്. ഓക്കെ, അടുത്തത് ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്, മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ എന്റെ പണ്ടിട്ട് പറഞ്ഞാൽ an extreme fear, FEAR, an extreme fear that is not logical. An extreme fear that is not logical. ആ സിറ്റുവേഷൻ പറയുന്ന പേര് an extreme fear that is not logical. It's a correct answer for Gagana, Smita. Correct answer. Phobia. Yes, an extreme fear. വളരെ അകാരണമായിട്ടുള്ള ഭയം. That is not logical. നമ്മൾ ആലോചിച്ച ആ ഭയത്തിനൊരു കാരണമില്ല, എങ്കിലും ഒരു അകാരണമായിട്ടുള്ള ഭയം. യെസ്, അതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് എ ഡിവൈസ്, DIVICE, a device to contact someone, CONTACT,
a device to contact someone. Gagana, Alaga, Smita. That is a correct answer. That is called a phone. Our moon welcome. So that is called a phone. It's a correct answer. Answer. The science dealing with the properties of energy and matter. The science dealing with the properties of energy and matter. The science science. നമ്മൾ ആ വിഷയം സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണോ? സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണത്. ഒരു സബ്ജക്റ്റ് ആണത്. The science. Okay, Gagana. It's the correct answer. Smita and Alaga. മൂന്ന് പേരുണ്ട് അല്ലേ? അത് കറക്റ്റ് ആണ്. സയൻസ് ഫിസിക്സ് ആണല്ലോ ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം the answer is physics. അടുത്തത്. The king of ancient Egypt. The king of ancient Egypt is known as dash. The king of ancient Egypt is known as dash. Yes, Alaga. Correct answer. ഈജിപ്തിലെ പഴയ രാജാക്കന്മാരെ പറയുന്ന പേര് ഫറവോ എന്നായിരുന്നു. ഫറവോ. യെസ്, ഫറവോ. വെരി ഗുഡ് ആൻസർ. അടുത്തത്. The study of STUDY. The study of letter LETTER. Letter sounds SOUNDS. The study of letter sounds. The study of letter sounds. Okay, Alaga. Okay, Smita. Yes, രണ്ടുപേരും പറയണം. ഫോണിക്സ് എന്ന് പറയാം, അതുമല്ലെങ്കിൽ ഫൊണറ്റിക്സ് എന്ന് പറയാം. BEഡിനൊക്കെ പഠിക്കുന്നവർക്ക് അതൊരു സബ്ജക്റ്റ് ആണ്, ഫൊണറ്റിക്സ്, പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അടുത്തത്. ചോദ്യം ഇത്തിരി ലെങ്ത് ആണ്, ഉത്തരം പക്ഷെ സിമ്പിൾ ആണ്. A general term. A general term. 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 For a doctor who has earned a medical degree. A general term for a doctor who has earned a medical degree.
അളക അളക മാത്രമേ ഉള്ളൂ. യെസ്, അത് കറക്റ്റ് ആൻസർ ആണ്. അതിന്റെ പറയുന്ന പേരാണ് ഫിസീഷ്യൻ. അതൊരു ജനറൽ ആണ്, സ്പെഷ്യലൈസേഷൻ അല്ല. ഫിസീഷ്യനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത്. അദ്ദേഹമാണ് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടറെ കാണുക, കാർഡിയോളജിയോ ഓർത്തോ ഇങ്ങനെ പോകുന്നവര് ഡീറ്റെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ജനറൽ ടേം ഫിസീഷ്യൻ എന്നുള്ളതാണ്. എ ജനറൽ ടേം ഫോർ എ ഡോക്ടർ ഹു ഹാസ് ഏൺഡ് എ മെഡിക്കൽ ഡിഗ്രി. മെഡിക്കൽ ഡിഗ്രി എടുത്താണ്. യെസ്. അടുത്തത് another word for WORD. Another word for ghost. 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 Another word for ghost. Yes. Yes. Alaga Gagana. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഈ പേരില് മലയാളത്തിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു ക്ലൂ ഇടാൻ വേണ്ടി നിന്നപ്പോഴേക്കുമാണ് രണ്ടുപേരും പറഞ്ഞത്. ആൻസർ ഈസ് കറക്റ്റ്. ഫാൻഡം. ഫാൻഡം. ഫാൻഡം ബൈലി. യെസ്. അടുത്തത് the shape of moon. MOON. The shape of moon. Viewed from. VIEWED. Viewed from Earth is called lunar dash. I will repeat the question. The shape of the moon viewed, VIEWED, viewed from Earth is called lunar dash. Yes. Okay, Alaga, it's the correct answer. Yes, that is what is called phase. PHASE. The shape of the moon viewed from Earth is called lunar phase. Okay. ഇനി അതിനകത്ത് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എ മെഷീൻ that makes duplicates of printed copies. A machine that makes duplicates of printed copies. Similarly, a machine that makes duplicates of printed copies. അങ്ങോട്ടൊന്നും പോകേണ്ട, വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സ്മിത. ഓക്കെ സ്മിത. അഞ്ജു. Anju. Okay. Answer is very simple. That means photocopier. That means photostat machine. Photocopier. Okay. അപ്പൊ പിയിലും എച്ചിലും നമ്മൾ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത
ചോദ്യങ്ങൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എ എന്നും രണ്ടാമത്തെ ലെറ്റർ ബി എന്നുമാണ്. എ ബി. എ ആദം, ബി ബാക്ക്. അപ്പോ എ എന്ന് പറയുന്നതും തൊട്ടടുത്ത് ബി എന്ന് പറയുന്നതുമായിരിക്കും ലെറ്റർ. എയിലും ബിയിലും ആരംഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ പറയണം. യെസ്, ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്. ആ മീനിങ്ങിന്റെ വൺ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ടു ലീവ്, LEAVE, ലീവ്. ടു ലീവ് someone or something without returning. To leave someone or something without returning. എ ആയിരിക്കണം ഫസ്റ്റ് ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ ബി ആയിരിക്കണം. To leave someone or something without returning. Yes. Okay. ആരുടെയും ഉത്തരം വരാത്തതുകൊണ്ട് ഉത്തരത്തിലോട്ട് തന്നെ പോവാം. ഓക്കെ. ടു ലീവ് ഉപേക്ഷിക്കുക, someone ഏതെങ്കിലും ഒരു വ്യക്തിയെ, or something അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഉപേക്ഷിക്കുക, വിത്തൗട്ട് റിട്ടേണിങ് തിരിച്ചെടുക്കാൻ പറ്റാതെ അതിനെ ഉപേക്ഷിക്കുക. അതൊരു വ്യക്തിയാവാം, അതുമല്ല ഒരു സംഗതിയാവാം. എയിൽ തുടങ്ങുന്ന വേർഡ് എന്താണ് എന്നാണ് ചോദ്യം. യെസ്. അപ്പോ ആരിൽ നിന്നും ഉത്തരം വരാത്തതുകൊണ്ട് ഞാൻ ഉത്തരം പറയുകയാണ്. ഒഴിവാക്കുക എന്ന് പറയുന്നതിന്റെ വേറൊരു വേർഡാണ് അബാൻഡൻ. ABANDON, അബാൻഡൻ. യെസ്. അടുത്തത് a skill, SKILL, a skill or talent that you have. A skill or talent that you have. Gagana is the correct answer. Gagana, Smita. Yes, നിങ്ങൾക്കുള്ള അളക, നിങ്ങൾക്കുള്ള കഴിവ് അല്ലെങ്കിൽ ടാലന്റ്, അതിനെ പറയുന്ന പേരാണ് എബിലിറ്റി. യെസ്. അടുത്ത ചോദ്യം. ആൻഡ് എക്സ്ട്രീംലി, അതൊരു മീനിങ് ആണ്. എക്സ്ട്രീംലി ഡീപ് പിറ്റ്. ആൻഡ് എക്സ്ട്രീംലി ഡീപ് പിറ്റ്, PIT, പിറ്റ്. നേരത്തെ അബാൻഡൻ പറഞ്ഞ പോലെ ഒരു വേർഡുണ്ട്, an extremely deep pit. കുറച്ചുകൂടി ശക്തമായ ആഴത്തിലുള്ള പിറ്റ്, കുഴി. യെസ്. അതിന്റെ ഒരു വൺ വേർഡ് ആബ്സ് എന്നാണ്. ABYSS, ABYSS. ഓക്കെ. അളക. യെസ്, അളകൾക്ക് ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. യെസ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൊണ്ട്. അടുത്തത് ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്. ആ മീനിങ്ങിന്റെ വൺ വേർഡ് നിങ്ങൾ പറയാം. യെസ്. ടു കിഡ്നാപ്പ്,
KIDNAP, to kidnap someone. To kidnap someone. It's a correct answer, Alaga. It's a correct answer. Abduct, ABDUCT. To kidnap someone. ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നതിനെ പറയുന്ന പേര് അതാണ്. യെസ്, കറക്റ്റ് കറക്റ്റ്. അടുത്തത് ഒരു മീനിങ് ആണ്. An answer. Meaning. MEANING. An answer. Meaning. ഇനി ഇൻവെർട്ടഡ് കോമയിലാണ്. Yes, I agree. An answer. Meaning. MEANING. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് എഴുതുക. Yes, I agree. It's a correct answer. Alaga, it's a correct answer. Gagana, correct. Yes. Correct another. Absolutely. Absolutely. Yes. Okay. ഒരു മറുപടി പറയുക. മീനിങ്, ആ മറുപടിക്ക് ഈ ഒരു അർത്ഥമാണ് വേണ്ടത്. എന്താർത്ഥം വേണം? Yes, I agree. ഞാൻ സമ്മതിച്ചു. അതിന്റെ ഒരു വൺ വേർഡ്. ദാറ്റ് മീൻസ് അബ്സല്യൂട്ട്ലി. യെസ്. അടുത്തതും ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയുക. ഹാവിങ് ദ ഫ്രീഡം or opportunity. Having the freedom or opportunity to do something. Okay, Alaga, it's a correct answer. Alaga, ആദ്യം പറഞ്ഞ എല്ലാവരും yes, very good, very good, very good. That is called able. Yes, having the freedom. സ്വാതന്ത്ര്യമുള്ള or അവസരമുള്ള to do something. എന്തെങ്കിലും ചെയ്യാൻ able. It's a correct answer. അടുത്തൊരു preposition വെച്ച് പൂരിപ്പിക്കാനാണ്. The sky is dash the light. The sky is dash the light. Okay, Gagana, Alaga, Smita. It's a correct answer. The answer is called above. Correct. അടുത്തത് സിമ്പിൾ ആണ്. The past tense of abandon. നേരത്തെ പറഞ്ഞ വാക്കാണ് past tense of abandon. ABANDON. The past tense of abandon. Okay, Gagana. Reading കൂടി അങ്ങനെ ചേർത്താൽ മതി. Abandoned. Smita and Alaga. Reading കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. Abandoned. Okay. അടുത്തത് ചോദ്യം ഇതാണ്. Beyond. BEYONED. Beyond the boundaries of one country. Beyond the boundaries of
one country. One country. Okay, Alaga. Yes. Alaga മാത്രമേ Yes. Beyond the boundaries of a country, ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കും അപ്പുറത്ത് എന്നുള്ളതിന് പറയുന്ന പേരാണ് abroad. Yes. അടുത്തത് very simple ആണ്. Opposite of normal. Opposite of normal. Okay, Gagana. Smita. Alaga. Yes. Correct answer ആണ്. Correct answer ആണ്. Yes. അടുത്തത് the shortened sh over ten ed. The shortened form of a word or words. The shortened form of a word or words. The shortened form of a word or words. Okay, Alaga, Anju, Gagana. Okay, അതിനാണ് നമ്മൾ അബ്രിവേഷൻ എന്ന് പറയുന്നത്. അബ്രിവേഷൻ. ഓക്കെ 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 അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. യെസ്. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ ഞാനൊന്ന് പറയാം. അഞ്ചുവിന് വൈകിയുടെ വന്നത് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 2 പോയിന്റ്. സ്മിതക്ക് 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 10 പോയിന്റ് സ്മിതക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഗഗന. ഗഗനക്ക് 13 പോയിന്റ് 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് അളക. അളകക്ക് 20 പോയിന്റ് 20 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 20 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു. പോസിറ്റീവ് സെന്റൻസിനെ കുറിച്ച് മാത്രം പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ നെഗറ്റീവും അതിനോടൊപ്പം തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ സെന്റൻസിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇത് കൂടി നോക്കാം. ഇഫ് ഐ വേർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ. We will meet in the next class. Okay, bye. Okay, Smita.
ആയിട്ടുണ്ട്.